Hi students. See, ഇന്ന് നമ്മൾക്ക് ഒരു റൈറ്റിംഗ് എസ്സേ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മോഡൽ ആ ഒരു എസ്സേ ഡിസ്കസ് ചെയ്യാം. The question will be like, see, advantages and disadvantages രണ്ട് തരം ചോദിക്കേണ്ടവർ. ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ് ചോദിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടങ്ങനെയാണ് they used to ask like what are the advantages or the disadvantages of ഒരു situation. Maybe ഇങ്ങനെ ചോദിക്കും what are the advantages and disadvantages of moving abroad. Youngsters move abroad from their parents at a very young age. What are the advantages and what are the disadvantages? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ്സേ 4 പാരഗ്രാഫ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ അടുത്ത പാരഗ്രാഫിൽ അഡ്വാൻറ്റേജ് വിത്ത് സം എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ എഴുതണം കേട്ടോ. എല്ലാ എസ്സേയിലും ഒരു എക്സാമ്പിൾ നിർബന്ധമാണ്. മിനിമം ഒരു എക്സാമ്പിൾ. അത് ഈ കഥകൾ എഴുതരുത്. ഒരു ഞാൻ എപ്പോഴും പറയുക ഒരു ലൈൻ, ഒരു സെൻറ്റൻസ്. പിന്നെ അടുത്ത തേർഡ് പാരഗ്രാഫിൽ ഡിസഡ്വാൻറ്റേജ് ആൻഡ് ദെൻ ദ കൺക്ലൂഷൻ. സോ ദാറ്റ് ഈസ് ഹൗ യു റൈറ്റ്. ഇപ്പോൾ പുതിയ ഒരു രീതിയിൽ കുറച്ച് നാളായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡു ദി അഡ്വാൻറ്റേജസ് outweigh the disadvantages. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ വെറും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മാത്രം എഴുതിയാൽ പോരാ. അവിടെ ചോദിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളോട് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കാട്ടും കൂടുതലാണ്, മറികടക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദ അഡ്വാൻറ്റേജസ് മോർ ദാൻ ദ ഡിസഡ്വാൻറ്റേജസ്. അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് 70-30 എഴുതണം. മനസ്സിലായില്ലേ? 70-30 എഴുതണം പെർസെൻറ്റേജ്. എന്നാൽ അഡ്വാൻറ്റേജസ് കൂടുതലാണെങ്കിൽ 70% വെയിറ്റേജോടെ എഴുതണം, ഡിസഡ്വാൻറ്റേജസ് 30%. ആൻഡ് കൺക്ലൂഷനിൽ അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് എനിവേർ. കൺക്ലൂഷനിൽ പറയാം ഇറ്റ് ഇസ് ക്ലിയർലി സീൻ ദാറ്റ് ദി അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജസ്. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് കൂടുതലല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് കൂടുതലാണെങ്കിൽ it is clearly seen that the advantages do not outweigh the disadvantages. Don't write like disadvantages outweigh the രണ്ടും ഒന്ന് തന്നെ. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജസ് ആണോ എന്ന്. അപ്പൊ ഇല്ല. ഇറ്റ് ഇസ് ക്ലിയർലി സീൻ ദാറ്റ് ദി അഡ്വാൻറ്റേജസ് ഡു നോട്ട് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജ്. അല്ല, ആ നേരത്ത് അല്ല, ഇറ്റ് ഇസ് ക്ലിയർലി സീൻ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജസിനെ ഔട്ട്വേ ചെയ്യണം. അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒക്കെ ഒന്ന് തന്നെയാണ്, അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. ചോദിച്ച രീതിയിൽ ആൻസർ ചെയ്യണമെന്നുള്ളൂ. ഡു ദി അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് കൂടുതലാണെങ്കിൽ ദ അഡ്വാൻറ്റേജസ് ഡു നോട്ട് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജസ്. അങ്ങനെ എഴുതാം. പക്ഷെ ഇന്ന് നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇന്ന് വെറും ഒരു സിമ്പിൾ ജനറൽ എസ്സേ വിച്ച് സേസ് what are the advantages and disadvantages of. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. It is seen that the youngsters move away from the parents at a very young age. So there are many advantages and disadvantages following that. So what are the advantages and disadvantages? അങ്ങനെയാണ് അവർ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻ. എല്ലാ കൊല്ലം ഒരു പ്രാവശ്യങ്ങളും അവർ ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ആൻഡ് ഇറ്റ് ഇസ് എ വെരി എന്താ പറയുക, ഇന്നത്തെ ന്യൂ ജനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചെറുപ്പക്കാർ മൂവ് അവേ ഫ്രം ദിയർ പാരൻസ് അറ്റ് എ വെരി യങ് ഏജ്. അല്ലേ? ഇന്നത്തെ എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ? ഒരു +2 പാസ്സായി കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് പോവും. ഐദർ ടു സ്റ്റഡി ഓർ ലിവ് അബ്രോഡ്. അവിടെ PR എടുത്തിട്ട് പോവും, അവിടെ പോയി താമസിച്ച്. അപ്പം അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉള്ള കാരണമല്ലേ നിങ്ങൾ പോണത്, അല്ലേ? ആൻഡ് അതിൻ്റെ കൂടെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് പിന്നെ പുറത്ത് പോകണം എന്തിനാണ്? നമ്മൾ കൂടുതൽ ശമ്പളം കിട്ടും. നെവർ മെൻഷൻ ദാറ്റ്. എല്ലാവർക്കും അറിയാം നിങ്ങൾ IELTS എഴുതി പോണ കാശ് പോകും മോഹിച്ചിട്ട് തന്നെയാണ്. അത് വിളിച്ച് പറയണ്ട. ഡോണ്ട് സേ ദാറ്റ്. അത് മാത്രം പച്ചയ്ക്ക് പറയണ്ട. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ പറയാന്നല്ല, ഇൻഡയറക്ട്ലി പറഞ്ഞോളൂ. കാശ് കൂടിയാലല്ലേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുക. അപ്പം അത് ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. അത് വിളിച്ച് പറയണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് പഠിക്കാൻ പോകുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ കിട്ടും, അതൊക്കെ ഉണ്ട്. ബട്ട് ദർ ആർ ലോട്ട്സ് ഓഫ് അതർ തിങ്സ് ദാറ്റ് യു ഹാവ് ടു സേ. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് പേഴ്സണാലിറ്റി ചേഞ്ച് ആണ്. അതെടുത്ത് പറയണം. മനസ്സിലായില്ലേ? അതിന് കൂടുതൽ എംഫസൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫസ്റ്റ് ഇപ്പം നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് എഴുതി ഇൻട്രൊഡക്ഷനൊക്കെ എഴുതി, ഞാനത് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിന് മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തു. ടോപ്പിക് സെൻറ്റൻസ്, പാരാഫ്രേസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ജനറൽ സെൻറ്റൻസ്. ടോപ്പിക് സെൻറ്റൻസ് ഇവിടെ മൈഗ്രേഷൻ ആണ്. അപ്പോൾ ടോക്ക് അബൌട്ട് മൈഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ എല്ലാ എസ്സേയും ഇന്നത്തെ നമ്മളുടെ പ്രസൻസ് സിനാറിയോയിലെ മിക്ക എസ്സേയിലും ഗ്ലോബലൈസേഷന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ പണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളിൽ എന്നെ കുറ്റപ്പേര് വിളിച്ചിരുന്നതാണ്. ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട് കേട്ടോ, ഗ്ലോബലൈസേഷൻ എല്ലാ ആൻസറിലും ഗ്ലോബലൈസേഷൻ ഉണ്ട് എൻ്റെ. സോ യെസ്, ഇപ്പോൾ എൻ്റെ കുറ്റപ്പേരായിരുന്നു ഗ്ലോബലൈസേഷൻ. സോ നിങ്ങൾക്കും ദാറ്റ് ഈസ് എവ്രി ആൻസർ, എവ്രി സിറ്റുവേഷൻ ഇന്ന് ഗ്ലോബലൈസേഷൻ അത്രയും നമ്മളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് എല്ലാവർക്കും ഗ്ലോബലൈസേഷൻ എന്താണെന്ന് അറിയാം. ഞാൻ വേറൊരു ദിവസം ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയാട്ടോ, ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഞാനത് എസ്സേ ഇല്ലാതെ തന്നെ ഗ്ലോബലൈസേഷൻ എന്താണ്, ടെക്നോളജിക്കൽ റെവല്യൂഷൻ എന്താണ്, അതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ഇടാം. ഇത് അടുത്ത് തന്നെ ഇടാം, നാളെ മറ്റന്നാളായിട്ട് തന്നെ ഇടാം. ബിക്കോസ് യുനോ കുറേ കുട്ടികൾക്ക് അതിൻ്റെ ആ ചേഞ്ചസ് മനസ്സിലായിട്ടില്ല. ഗ്ലോബലൈസേഷൻ പറയും, ഗ്ലോബൽ വാർമിംഗ് എടുത്ത് പറയും, അപ്പോൾ ദേ ആർ കൺഫ്യൂസ്ഡ്. ബട്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ദ വേൾഡ് ഇസ് ഓപ്പൺ ടു എവ്രി വൺ. എല്ലാവർക്കും എവിടെ വേണമെങ്കിലും പോവാം, സഞ്ചരിക്കാം, ആൻഡ് ട്രേഡ് എനിവെയർ, ദ വേൾഡ് മാർക്കറ്റ് ഇസ് ഓപ്പൺ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, അപ്പം ടോപ്പിക് സെൻറ്റൻസാണ് പറഞ്ഞിരുന്നത്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ ഹാസ് given the opportunity to migrate to any countries to study, live, അല്ലെങ്കിൽ എന്ത് അല്ലേ, ഒരാളുടെ വെച്ചിട്ട് അത് അങ്ങനെ എഴുതാം. പിന്നെ പാരാഫ്രേസ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്, ഇറ്റ് ഇസ് സീൻ ദാറ്റ് നൗ ഡേയ്സ് ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ആൻഡ് ദെൻ ജനറൽ സെൻറ്റൻസ്, ദിസ് എസ്സേ വിൽ ബി ഡീലിംഗ് വിത്ത് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മൂവിങ് അബ്രോഡ്, അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, ഐ ആം ഗോയിങ് ടു എന്നൊന്നും പറയണ്ട, ദിസ് എസ്സേ വിൽ ഡീൽ വിത്ത് ഈ എസ്സേ, അങ്ങനെ അതൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. പിന്നെയാണ് അഡ്വാൻറ്റേജസ് എഴുതേണ്ടത്. അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഇത് പറയണ പോലെ ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് പഠിക്കാൻ പറ്റും, അതൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒറ്റ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ആദ്യം തന്നെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുക, വയസ്സന്മാർക്ക് പറ്റൂല. ആസ് ഐ കുഡ് നോട്ട് ഗോ, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൈഗ്രേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റായി. സോ എനിക്ക് IELTS ടോപ്പ് മാർക്ക്, എനിക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിനൊക്കെ ഫുൾ മാർക്സ് എനിക്ക്, പോസ്റ്റ് ഗ്രാജുവേഷനും അതൊക്കെ ഉണ്ട്, 3 ഡിപ്ലോമ ഉണ്ട്, ഒക്കെ പറയുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പീരിയൻസ്, 30 years ഓഫ് എക്സ്പീരിയൻസും ഉണ്ട്. എന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, ബിക്കോസ് എൻ്റെ ഏജ് വാസ് ഓവർ. മറ്റേ കൺട്രീസിലൊക്കെ എന്തിനാ വയസ്സന്മാരെ വിളിച്ചിട്ട് അവരുടെ ചെറുപ്പക്കാരനെ വിളിക്കുമ്പോൾ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചൂടെ, അതാണ്. അപ്പോൾ വയസ്സന്മാർക്ക് ഇറ്റ് സീൻ ദാറ്റ് യങ്സ്റ്റേഴ്സ് മൂവ് അവേ ഫ്രം ദിയർ പാരൻസ് അറ്റ് എ യങ് ഏജ് അല്ലേ. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ദ യങ്സ്റ്റേഴ്സ് ലേൺ ടു മാനേജ് ടൈം, സ്ട്രെസ് ആൻഡ് മണി. ടൈം, സ്ട്രെസ്സും മണിയൊക്കെ, ഇത് വീട്ടിൽ എല്ലാം അച്ഛനമ്മയും ഉരുട്ടി വായി വെച്ച് കൊടുക്കല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കല്ലേ, വെൻ യു ആർ ഇൻ യുവർ കംഫർട്ട് സോൺ. ആൻഡ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ, വെൻ ദേ ഗോ അവേ ഫ്രം ദിയർ പാരൻസ് അറ്റ് എ വെരി യങ് ഏജ്, അവർക്ക് എല്ലാ കാര്യം സ്വന്തം ചെയ്യേണ്ടി വരും. ദേ ലേൺ ടു മാനേജ്. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും തിരിച്ചു വരണ കണ്ടിട്ടില്ല, അപൂർവം ചിലവർ. അപ്പൊ ദേ ലേൺ ടു അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അഡാപ്റ്റേഷൻ ഇസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസിനോടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 5 കിലോമീറ്റർ ദൂരെ ഒരു മേഘം കണ്ടാൽ അപ്പോഴേക്കും ജലദോഷം, പനി എന്തൊക്കെയായി. അവിടെ -38 ജീവിക്കാൻ റെഡിയാണ്, ബോഡി അഡാപ്റ്റ് ചെയ്യും. സോ അത് ഒരു വലിയ കാര്യമാണ്. സോ ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അഡാപ്റ്റേഷൻ, ലേണിംഗ് ടു മാനേജ് സ്ട്രെസ്, ടൈം ആൻഡ് മണി. ഭയങ്കര സ്ട്രെസ് ഇരിക്കണോ നിങ്ങൾ ഇവിടെ, അവിടെ എന്തോ സ്വർണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ പോണത്, അങ്ങനെയല്ല. സ്ട്രെസ് അവിടെയുണ്ട്, ഈക്വലി സ്ട്രെസ് ആണ്. ഹോം സിക്നെസ് ഏറ്റവും വലിയ ഇതായിരിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും, ചായ തൊട്ടിട്ട് എല്ലാ കാര്യവും നിങ്ങൾ ഉണ്ടാക്കണം. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനൊന്നും പറ്റില്ല, ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ. പിന്നെ യു ഹാവ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ് ബൈ യുവർ സെൽഫ്. കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം സ്വന്തം ചെയ്യുക. അതിന് പുറമെ പഠിക്കാൻ പോണവർക്ക് ഇഷ്ടം പോലെ അസൈൻമെന്റ്സും പ്രോജക്ട്സും. അതുകൂടാതെ പാർട്ട് ടൈം ജോബും പോകും. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ, ആ നേരത്ത് കുപ്പിന്ന് വന്ന ഭൂതൊക്കെ ആവും. യു മാനേജ് സ്ട്രെസ്, ടൈം ആൻഡ് മണി all by yourself,
ആൻഡ് അത് മണി മാനേജ്മെന്റ് പഠിക്കും. ഉം. ഇവിടെ അച്ഛന്റെ കാശ് കണ്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു വിലയില്ല. അച്ഛനോട് 31 അല്ല അച്ഛൻ 500 രൂപ സിനിമയ്ക്ക് പോകണം. അപ്പം അച്ഛൻ പറയും 5 ആകുമ്പോൾ ശമ്പളം കിട്ടും. അപ്പോൾ അപ്പോഴേക്കും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കലായി, നാടകമായി, ഭക്ഷണം കഴിക്കാണ്ടായി, എന്തൊക്കെ. അവിടെയാണെങ്കിൽ ഒക്കെ മാനേജ് ചെയ്തോളും. നോ, കൂട്ടുകാർ പറയും എടോ നമുക്ക് സിനിമയ്ക്ക് പോവാം. ഇല്ലടോ ഈ മാസത്തിൽ ടൈറ്റാണ്, ഞാനില്ല. മണിയുടെ വാല്യൂ, ലേൺ ദ വാല്യൂ ഓഫ് മണി. മണി മാനേജ് ചെയ്യാൻ പഠിക്കും, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. അമ്മേനെ എപ്പോഴാണ് ഓർക്കുക. അതുവരെ അമ്മേനെ ഭയങ്കര ശല്യമാണ് അമ്മ. അവിടെ എത്തുമ്പോഴാണ് ഓർക്കുക, ഓഹോ അമ്മ 9 മണിക്ക് പോണ 6 മണിക്ക് വിളിച്ചു തുടങ്ങാം, എന്നാലും 9 മണിക്ക് പൊന്തുള്ളൂ തുടങ്ങും. അവിടെ ഒരു അലാറം ഒന്നും വേണ്ട, സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്ത് യു ലേൺ. അതിന് പറയാം ടൈം, സ്ട്രെസ് ആൻഡ് മണി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അഡാപ്റ്റേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനോട് അഡാപ്റ്റേഷൻ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ലേണിംഗ് യെസ് പേഴ്സണാലിറ്റി ചേഞ്ച്. നല്ലൊരു പേഴ്സണാലിറ്റി ചേഞ്ച്. നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണിൽ വളർന്നോടത്തോളം കാലം നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ബിലീവ്സ് ആണ് ഏറ്റവും കറക്റ്റ്. അപ്പൊ അത് തെറ്റിച്ച് ആരെങ്കിലും അവിടുന്ന് അത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ ഡൂയിങ് റോങ് നമ്മുടെ കാഴ്ചപ്പാടിൽ. ഇപ്പോൾ നമ്മള് നമ്മളിപ്പോ ഇപ്പൊ ഡ്രസ് സ്റ്റൈൽ എടുത്തോളൂ. ഇപ്പൊ സി വെൻ ഐ വാസ്, ഞാൻ പണ്ട് നാട്ടിൽ വന്നപ്പോൾ, ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഐ വാസ് ദി ഓൺലി പേഴ്സൺ വെയറിങ് ചുരിദാർ ഇൻ ദ കോളേജ്. ഞാൻ SN കോളേജ് നാട്ടികയിലാണ് പഠിച്ചിട്ടുള്ളത്, തൃശ്ശൂര്. അപ്പൊ അവിടെ എനിക്ക് കോളേജിൽ പോകാൻ ഭയങ്കര മടിയാ. എന്താണെന്നറിയോ, ഞാൻ അറിയപ്പെട്ടിരുന്ന പാൻറ് ഇട്ട പെൺകുട്ടി എന്നാണ്. അന്നത്തെ കാലത്ത് ഇപ്പൊ അവിടെയും ബ്ലൗസ് അല്ലേ. അപ്പൊ ഞാൻ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും പാൻറ് ഇട്ട പെൺകുട്ടി വന്നു, പാൻറ് ഇട്ട പെൺകുട്ടി അങ്ങനെയാ വിളിക്കുക എന്നെ. ആൻഡ് ഐ വാസ് വെരി നെർവസ്, ഭയങ്കര ഭയങ്കര നെർവസ് ഒക്കെ ആയിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സാരിയായി, ബാക്കിയുള്ളവരും ചുരിദാറായി. ഭയങ്കര ചേഞ്ചാ പെട്ടെന്ന്. സോ ദ തിങ് ഇസ് ലൈക്ക്, ഞാൻ അപ്പം എന്തോ തെറ്റ് ചെയ്യുന്നത്. ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ എല്ലാവരും ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കും, സുധേട്ടൻ്റെ മോള് സൈക്കിൾ ചവിട്ടുന്നു. അങ്ങനെ ഐ വാസ് ക്രിട്ടിസൈസ്ഡ് അലോട്ട്. ഐ ആം സ്റ്റിൽ ബീങ് ക്രിട്ടിസൈസ്ഡ് എൻ്റെ ഡ്രസ്സിങ് സെൻസിനൊക്കെ നോക്കുമ്പോൾ. ഐ ഡോണ്ട് ബോദർ ടോ. ബട്ട് ദ തിങ് ഇസ് ലൈക്ക്, നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ, അതെന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ഇതിനോട് യൂസ്ഡ് അല്ല. അന്ന് പണ്ട് TVയും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആൾക്കാർ ഇത് കാണില്ല. സിനിമാ നടികൾ മാത്രമേ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുള്ളൂ. ആ ഇപ്പൊ പിന്നെ എല്ലാവരും ഇടുന്നുണ്ടല്ലോ, എല്ലാം ഇടുന്നുണ്ടല്ലോ. ബിക്കോസ് TV ഒക്കെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു നമ്മളെ ജീവിതത്തിൽ. ഗ്ലോബലൈസേഷൻ അഗൈൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിന് പുറമേ അപൂർവം ആൾക്കാരെ വരുള്ളൂ. ആൻഡ് ദേ ഡു സംതിങ് ഡിഫറെന്റ്, ദേ ആർ റോങ്. പക്ഷേ ഇന്ന് ഇന്ന് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പീപ്പിൾ ട്രാവൽ. അപ്പൊ ഈ ആൾക്കാർ പുറമേ പോകുമ്പോഴാണ് ദേ ഗെറ്റ് എക്സ്പോസ് ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ, ട്രഡീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. പല കൾച്ചറും പല ട്രഡീഷനും പല ലൈഫ് സ്റ്റൈലിനോടും അവർ എക്സ്പോസ്ഡ് ആവണം. അപ്പൊ their knowledge automatically increases. അവരുടെ ഇടുങ്ങിയ ചിന്താഗതി, their narrow mindedness vanishes and they become a broad minded person. ഒരു ബ്രോഡ് മൈൻഡഡ് പേഴ്സൺ ആയി മാറും. അതും ഏറ്റവും വലിയതാണ്, പേഴ്സണാലിറ്റി ചേഞ്ച് ആണ് വരുന്നത്. അയാൾ കുറച്ചും കൂടി പക്വത വരികയാണ്, മെച്യൂരിറ്റി വരികയാണ് അയാൾക്ക്. പിന്നെ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് റീസൺ. പിന്നെ നിങ്ങൾക്ക് പറയാം ലാംഗ്വേജസ് ഇംപ്രൂവ് ചെയ്യും അല്ലേ. ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ദ പേഴ്സൺ ഗെറ്റ്സ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ആൻഡ് പിന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സപ്പോസ് ഈസ് ഗോയിങ് ഫോർ എഡ്യൂക്കേഷൻ, best education, he's exposed to the best education and thereby best job opportunities കിട്ടും അല്ലേ. and thereby the standard of living increases. എന്താ രസം പോയിന്റ്സ് ഇങ്ങനെ. പോയിന്റ്സ് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ടു ബിഗിൻ വിത്ത് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, മോർ ഓവർ, അബവ്. അത്രയൊന്നും എഴുതണ്ട, 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഞാൻ എപ്പോഴും പറയാത്, ഇറ്റ്സ് നോട്ട് എ ജനറൽ നോളേജ് എക്സാം. അപ്പൊ 3 പോയിന്റ്സ് വിത്ത് എൻ എക്സാമ്പിൾ കൊടുക്കാം. അടുത്തതിൽ ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് കേട്ടിട്ട് നിങ്ങൾ പോവാണ്ടിരിക്കുന്നു വേണ്ട കേട്ടോ. ഞാൻ പറയുമ്പോൾ ഇത്തിരി കൂട്ടി പറയും, ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ പോയിന്റ്സ് വേണമല്ലോ. സോ ഡിസഡ്വാൻറ്റേജസ്, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ദാറ്റ് ഈസ് ഹോം സിക്നെസ്, സ്ട്രെസ്, ടൈം, മണി. ഈ സാധനങ്ങൾ സംടൈംസ് ദർ ആർ കേസസ് വേർ the person is not able to overcome the stress
അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി, അല്ലെങ്കിൽ കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും ചിലപ്പോൾ. ഈ മൂന്ന് കേസസിൽ ദ പേഴ്സൺ അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ. ആ സ്ട്രെസ് അത്രയും ചിലപ്പോൾ ഡിപ്രഷനിൽ പോവും. അങ്ങനത്തെ എക്സ്ട്രീം കേസസിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഫോഴ്സ് ടു കം ബാക്ക്, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ ഞാൻ IELTS ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു, നേഴ്സാണ്, മെയിൽ നേഴ്സാണ്. ഈസ് വെരി ഇൻ്റലിജൻറ്റോ. ആള് അയർലാൻഡിൽ നല്ല ജോലി, അയർലാൻഡിലെ UK നല്ല ജോലി കിട്ടിയിട്ട് പോയതാ, നല്ല നേഴ്സിന്റെ ഗവൺമെന്റ് ജോലി കിട്ടി പോയതാ. ബട്ട് എന്താണെന്നറിയോ, ഹീ അവിടെ ഒരു പൂവുണ്ട് ഇത്ര, 6 മാസം വിരിയുന്ന ഒരു പൂവ്, അതിന്റെ പൊളങ്ക്രെയിൻസ് ഇയാൾക്ക് അലർജിയാ. ഭയങ്കര ശ്വാസം മുട്ടും, ഫുൾ ബെഡിലാണ് ആള്. അപ്പൊ കിടക്കാൻ വേണ്ടി അങ്ങോട്ട് പോണ്ടല്ലോ. ഹി കെയിം ബാക്ക്, ഹി റോട്ട് ഹിസ് IELTS ആൻഡ് നൗ ഹീസ് ഇൻ ഓസ്ട്രേലിയ, ഐ തിങ്ക്. ഞാൻ മറന്നു, പിന്നെ അയാളായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. സോ അഡാപ്റ്റ് ചെയ്യാൻ ചിലർക്ക് വിൽ ബി ഡിഫിക്കൾട്ട്, ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ആൻഡ് കൾച്ചറൽ ഷോക്ക്, ചിലർക്ക് നമ്മളുടെ കൾച്ചറിനോട് ഭയങ്കര വ്യത്യാസമുള്ള, ചിലർ ഭയങ്കര വിശ്വാസികളൊക്കെ ആയിട്ട് വളർന്നിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പറ്റൂല. ചിലപ്പോൾ നോൺ വെജ് കിട്ടാത്ത അല്ല, വെജ് കിട്ടാത്ത സ്ഥലത്തായിരിക്കും അങ്ങനത്തെ ഒരു ഇത്. അല്ലെങ്കിൽ ഡ്രസ്സിങ് പാറ്റേൺ പറ്റൂല. അല്ല, ഒരു കേസ് ഉണ്ടായത്, എൻ്റെ സിസ്റ്റർ അവിടെ പോയപ്പോൾ സിസ്റ്ററിൻ്റെ കൂട്ടുകാരി സ്റ്റോപ്ഡ് ജോലി, അല്ല മീൻസ് പഠിപ്പ് സ്റ്റോപ്പ് ചെയ്ത കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുടെ റൂമിൽ വേറെ 2 ബോയ്സ് ഷെയർ ചെയ്യും. അന്നത്തെ കാലത്ത് 30 years ബിഫോർ, 30 അല്ല തോന്നുന്നു, ഐ തിങ്ക് 20 to 25 years ബിഫോർ. അന്നൊന്നും ഇത്ര ഡെവലപ്ഡ് അല്ല. എന്നിട്ട് ഇസ് ഓക്കെ, ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ, ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഇത്രയും പയസും ഇത്ര റിലീജിയസ് ഒക്കെ ആയിട്ട് വളർന്നിട്ട് വേറെ ഇത്രയും ഫ്രീഡം കിട്ടുന്ന ഒരു രാജ്യത്ത് പോകുമ്പോൾ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഷോക്ക്. സംടൈംസ് ദ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു adjust to these cultural shocks. അപ്പോൾ എന്തുണ്ടാവണേ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ദാറ്റ് അതല്ല ഡിസഡ്വാൻറ്റേജ്, ദ പേഴ്സൺ ഈസ് ഫോഴ്സ് ടു കം ബാക്ക്. ഈ കമ്മിങ് ബാക്ക് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ബിക്കോസ് they land up into financial crisis. എന്നുവെച്ചാൽ മിക്ക ആൾക്കാരും ലോണും അതും ഇതൊക്കെ എടുത്തിട്ടല്ലേ പോണത്. ആൻഡ് പോയ ഗുണവും കിട്ടണില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ലാൻഡ് ചെയ്യും. പിന്നെ വേറെ ഒരു ഇതെന്താണെന്ന് വെച്ചപ്പോൾ കൾച്ചറൽ ഷോക്ക്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏത് സെക്കൻഡ് പോയിന്റ് ആണ്, വേറെ ഡിസഡ്വാൻറ്റേജ്. വേറെ ഏത് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു സെക്കൻഡ് പേഴ്സൺ, അതർ ദാൻ ഇന്ത്യ. നിങ്ങളുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയാൽ യു ആർ ദ സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളെ വിളിക്കാൻ പോണത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്, യു ബ്ലഡി ഇന്ത്യൻസിനെ വിളിക്കുള്ളൂ നമ്മളെ. അങ്ങനെ വിളിക്കുള്ളൂ. ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. നമ്മളൊക്കെ രണ്ടാം തരമാണ് എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും. അവരുടെ നേറ്റീവ് കൺട്രിയിൽ പോകുമ്പോൾ അവർ വലിയ ആൾക്കാർ, എത്ര ഇതായിട്ടുള്ള ആൾക്കാരായാലും അവരവിടെ ഫസ്റ്റ് ആണ്, നമ്മൾ സെക്കൻഡ് ആണ്. സോ ദർ ഇസ് എ ഗ്രേറ്റ് ചാൻസ് ദാറ്റ് ദ പേഴ്സൺ ഫോൾ വിക്ടിംസ് ഓഫ് റേസിസം. റേസിസത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഫ്രീഡം. ഇത്രയും നാളെ പാരൻസ് കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് ഒരു ഫ്രീഡം ഒക്കെ കിട്ടുമ്പോൾ വഴിയൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. കുറച്ചൊക്കെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ്സോ കള്ളോ അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഈ മെയിൻ ഉദ്ദേശത്തിന് പോവില്ല. ലൈക്ക് മേ ബി ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ ഉണ്ടാവും കോളേജസിന്. അതൊരു ഡിസഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് ഗ്രേറ്റ് ചാൻസ് ഓഫ് ഫോളോയിങ് ഇൻ ടു അൺവാണ്ടഡ് വേസ്, ബാഡ് വേസ്. പിന്നെ ഉള്ളതാണ് ഏറ്റവും വലുത്, ദീസ് പീപ്പിൾ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് ദേ ഫോർഗെറ്റ് ദ മദർ കൺട്രീനെ മറക്കും. അപ്പോ ദ കൾച്ചർ, ദ ട്രഡീഷൻ, ദ വാല്യൂസ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ അൻസെസ്റ്റേഴ്സ്, കാരണവന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യൂസ്, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത ജനറേഷൻ, ആസ് എൻ ഇന്ത്യൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആസ് എ മലയാളി യു ഹാവ് ഒരു ഉത്തരവാദിത്തം. ആസ് എ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏതാ റിലീജിയൻ ഫോളോ അതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അടുത്ത ജനറേഷൻ അതിൽ പാസ് ഓൺ ചെയ്യാൻ ഈ വാല്യൂസ് ഒക്കെ. പക്ഷേ വെൻ യു ഗോ ടു എ ഫോറിൻ കൺട്രി, you have very limited options or like opportunities to follow all these things. അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് അത് ഫോളോ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കൈമാറാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളിനോട് മലയാളം അതൊക്കെ സംസാരിക്കും.
പക്ഷെ അവര് കൂടുതൽ സമയം പുറത്താണ്. അവർ പുറത്താവുമ്പോൾ എന്താണ്ടാവും വെച്ചാൽ ദേ സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ്, മേ ബി ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കും. അവർ അവരുടെ കംഫർട്ടബിൾ ലാംഗ്വേജ് ഇംഗ്ലീഷായി മാറും. ഇംഗ്ലീഷായി മാറും. അവർ അവരുടെ കുട്ടികളോട് സംസാരിക്കും, മലയാളം സംസാരിക്കൂല. അവർ നിങ്ങളോട് മാത്രമേ മലയാളം സംസാരിക്കുള്ളൂ. മനസ്സിലായി? ആൻഡ് പിന്നെ അവരോട് നെക്സ്റ്റ് ജനറേഷനോട് എന്തുണ്ടാവുക വെച്ചാല് ദർ ആ മലയാളം കൾച്ചറിന് നിന്നുപോയി, എക്സ്റ്റിങ്ഷൻ ആയി. ഡൈല്യൂഷൻ ആൻഡ് എക്സ്റ്റിങ്ഷൻ. കുറച്ച് കുറച്ച് പറയും, ദാറ്റ് ഇസ് ഡൈല്യൂഷൻ. തീരെ പറയേണ്ടാവണത് ഈസ് എക്സ്റ്റിങ്ഷൻ. മനസ്സിലായി? അപ്പൊ ദ വാല്യൂസ് ദാറ്റ് ഹാസ് ടു ബി ഇൻഹെറിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ, ലൈക്ക് റിലീജിയസ് വാല്യൂസ്, മോറൽ വാല്യൂസ്, cultural and traditional values that has to be inherited to the next generation comes to a stop. And that is also a big disadvantage. Identity loss ഉണ്ടാവുകയാണ് അവിടെ. യു ആർ എൻ ഇന്ത്യൻ, യെസ്, ഇന്ത്യൻ്റെ വാല്യൂസ് ഒന്നുമില്ല. മലയാളിയാണ്, മലയാളം അറിയാം, പിന്നെ എന്തൊരു മലയാളി. സോ നമ്മളെ 10 ദിവസം പൂക്കളിടാൻ പറ്റുമോ കാനഡയിൽ പോയിട്ട്, UK പോയിട്ട്? അവർക്ക് നമുക്ക് പ്രാന്താന്ന് വിചാരിക്കും. സോ അവിടെ ആ വാല്യൂസിന് ഒരു തടസ്സം വരികയാണ്. ഇൻഹെറിറ്റ് ചെയ്യുന്ന അടുത്ത ജനറേഷനിലേക്ക് ഐഡന്റിറ്റി ലോസ് വരികയാണ്. അപ്പോൾ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഇതും എഴുതും ആൻഡ് ദെൻ കൺക്ലൂഡ് ചെയ്യുക നല്ലൊരു ഇതിൽ. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉള്ളത് കൊണ്ട് അഡ്വാൻറ്റേജസ് നന്നായി മനസ്സിലാക്കണം. ഫോളോഡ് ബൈ ഡിസഡ്വാൻറ്റേജസ് ഷുഡ് നോട്ട് ബി നെഗ്ലെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. മനസ്സിലായില്ലേ? സോ മൈഗ്രേഷൻ അത് ഗ്ലോബലൈസേഷൻ്റെ ഒരു വരമാണ്. ഇറ്റ്സ് എ ബൂൺ given to so that the younger generation can prosper. Even though there are lots of advantages, the advantages cannot be neglected എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഞാൻ ഇതിൽ ഈ എസ്സേസ് ഡിസ്കസ് ചെയ്യാൻ കാരണം പോയിന്റ്സ് ആണ് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഫോർമാറ്റ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. സോ അങ്ങനത്തെ പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസി ടു ഫോളോ ആൻഡ് റൈറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരം ആവും. താങ്ക് യു. നാളെ വേറൊരു ടോപ്പിക്കും വെച്ചിട്ട് വരാം. ഓക്കെ, ബൈ.